സുഹൃത്തുക്കളെ, ഞാൻ ഈ സമയത്ത് പലർക്കും വലിയ വൈകാരിക ക്ഷോഭം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പം മുൻകൂട്ടി എനിക്ക് അപേക്ഷിക്കാനുള്ളത്, നിങ്ങൾ ഞാൻ പറയുന്നത് മുഴുവൻ, ഈ വീഡിയോ മുഴുവൻ ക്ഷമാപൂർവം ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് 3-4 ദിവസമായിട്ട് നവമാധ്യമങ്ങളിലൊക്കെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്വീഡനിൽ ആരോ ഖുർആൻ കത്തിച്ചു, അതിൽ പ്രതിഷേധമായിട്ട് അവിടെ പല അക്രമങ്ങളും കലാപങ്ങളും ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ചില ദൃശ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഖുർആൻ കത്തിക്കുന്നത് എന്തിനാ? ഖുർആൻ കത്തിച്ചാൽ അതിനോടുള്ള പ്രതികാരം എങ്ങനെ ആവണം? ഇതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് മഹാഭൂരിപക്ഷവും അഭയാർത്ഥികളാണ്. അവിടെ കല്യാണം കഴിച്ചു പോയവരോ ജോലിക്ക് പോയവരോ പഠിക്കാൻ പോയവരോ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അവരെക്കാൾ എണ്ണം കൂടുതലാണ് അഭയാർത്ഥികളുടെ. അഭയാർത്ഥികൾ എങ്ങനെ ഉണ്ടാവണേ? ഇപ്പോൾ പല മുസ്ലിം രാജ്യങ്ങളിലും വലുതോ ചെറുതോ ആയ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സിറിയയിൽ എന്താ അവിടെ പ്രശ്നം? അവിടെ സുന്നി ഷിയ സംഘർഷമുണ്ട്. ഭരണം ഷിയാക്കളായതുകൊണ്ട് സുന്നികൾക്ക് രക്ഷ കിട്ടാതെ അവർക്ക് അവിടുന്ന് ഓടിപ്പോണ്ടി വരും. ഇപ്പോൾ ഇറാഖിലെ പ്രശ്നം സുന്നി ഷിയ വഴക്കാണ്. ഇപ്പോൾ സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നു. അവിടുത്തെ ഷിയാക്കൾക്ക് മേൽക്കൈയുള്ള ഒരു ഗവൺമെൻറ് ഒരു വിചാരണ നാടകം നടത്തിയിട്ട് അദ്ദേഹത്തെ അന്യായമായിട്ട് തൂക്കിക്കൊന്നു. അപ്പോൾ അതിൻ്റെ പ്രതികാരം ചോദിക്കാൻ വേണ്ടി വരുന്ന കൂട്ടരാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്. അവർ സ്വാഭാവികമായിട്ടും അവിടെ പ്രശ്നം ഉണ്ടാക്കും. കാരണം അവരുടെ കൂട്ടത്തിൽ ഒരാളെ കൊന്നു പലരും കൊന്നുണ്ട്. അപ്പോൾ അവിടുന്ന് അഭയാർത്ഥികളുണ്ടാവും. അത് ചിലപ്പോൾ ഷിയാക്കളായിരിക്കും, ചിലപ്പോൾ സുന്നികളായിരിക്കും. ഇങ്ങനെ ഇപ്പോൾ ഇത് മുസ്ലിം രാജ്യങ്ങളിൽ മാത്രമല്ല. ഇപ്പോൾ ബർമയിൽ അവിടുത്തെ റോഹിംഗ്യൻ എന്ന് വിളിക്കപ്പെടുന്ന മുസ്ലിങ്ങളെ അവിടുത്തെ ബുദ്ധമതക്കാർ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോൾ അതിലെ പ്രശ്നം, അഭയാർത്ഥികളായിട്ട് വരുന്ന ആളുകളുണ്ട്. ഇപ്പോൾ സിറിയയിലെയോ ഇറാഖിലെയോ ബർമയിലെയോ അഭയാർത്ഥികളായ മുസ്ലിങ്ങളെ സൗദി അറേബ്യയോ അല്ലെങ്കിൽ UAEയോ ഖത്തറോ സ്വീകരിക്കില്ല. ആരാ സ്വീകരിക്കുന്നത്? ജർമ്മനി, ഇറ്റലി, ചിലപ്പോൾ ഇംഗ്ലണ്ട്, ചിലപ്പോൾ ഫ്രാൻസ്, ചിലപ്പോൾ ജർമ്മനി, അങ്ങനെ. അപ്പോൾ ഇവരെ അവിടെ സ്വീകരിക്കുന്നതിനെതിരായിട്ട് അവിടുത്തെ ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെന്തിനാണ് സ്വീകരിക്കുന്നത്? അവർക്കൊരു കടപ്പാടുണ്ടായിട്ടല്ല. അവരുടെ ഉയർന്ന ജനാധിപത്യ ബോധം കൊണ്ട് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ വരുമ്പോൾ അവർ മുസ്ലിങ്ങളാണ്, അവർ ഞങ്ങളുടെ മതക്കാരല്ല, ഞങ്ങളുടെ വംശക്കാരല്ല എന്നൊന്നല്ല അവർ വിചാരിക്കുന്നത്. അവർ വിചാരിക്കുന്നത് എന്താണ്? അവർ മനുഷ്യരാണ് എന്നുള്ള കണക്കിലാണ്. അപ്പോൾ വളരെ ആലോചിക്കേണ്ടതാണ്, എന്തുകൊണ്ടാണ് സമ്പന്നമായ അറബ് രാഷ്ട്രങ്ങൾ, മുസ്ലിം രാഷ്ട്രങ്ങൾ അവർ സ്വീകരിക്കാത്തത്? സ്വീകരിക്കുന്നതിനെ പറ്റി അവിടുത്തെ ഗവൺമെൻറ്റിലോ പാർട്ടികളിലോ ഉള്ള ഭൂരിപക്ഷത്തിന് സമ്മതമാണ്. അവർ പറയുന്നു അങ്ങനെ മനുഷ്യന്മാരാണ്, അവരെങ്ങനെ കടലിൽ മുങ്ങിച്ചാവാനോ മരുഭൂമിയിൽ വിശന്ന് മരിക്കാനോ വിടാൻ പറ്റില്ല, നമുക്ക് അവരെ സ്വീകരിക്കാം. അപ്പോൾ ആ നാടുകളിലുള്ള ഒരു ന്യൂനപക്ഷമുണ്ട്. അവരെന്താണ്? അവരിതിനെതിരാണ്. എന്താ പ്രശ്നം? അവർക്ക് വംശീയമായ വികാരമുള്ള ആളുകളുണ്ട്. കാരണം വെള്ളക്കാരല്ലാത്തവരും ഇങ്ങോട്ട് വേണ്ട, എല്ലാവരും വെള്ളക്കാരല്ലല്ലോ. പിന്നെ അവരുടെ ഭാഷ വേറെയാണ്. ഇപ്പോൾ ഫ്രഞ്ച് ഭാഷ സംസാരിക്കാത്ത ആളിന് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ മുസ്ലിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു വികാരം പാശ്ചാത്യ രാജ്യങ്ങളിൽ, യൂറോപ്പിൽ, അമേരിക്കയിലൊക്കെ ഉണ്ട്. ഈ തരത്തിലുള്ള പല നാട്ടിൽ നിന്നും വരുന്ന അഭയാർത്ഥികളെ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള തീവ്ര നിലപാട് കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇലക്ഷൻ ജയിച്ചത്. വളരെ ശ്രദ്ധിക്കേണ്ടത്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറിയിട്ട് ആദ്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് മുസ്ലിങ്ങൾക്ക് അങ്ങോട്ട് ഇനി വിസ കൊടുക്കില്ല എന്നാണ്. പക്ഷേ അത് അവിടുത്തെ നിയമം അനുവദിക്കാത്തതുകൊണ്ട് അദ്ദേഹം
ഇറാൻ, ഇറാഖ് തുടങ്ങിയുള്ള 7 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് വിസ കൊടുക്കില്ല എന്നൊരു സാധനം കൊണ്ടുവന്നു. അത് തന്നെ ന്യൂയോർക്കിലൊക്കെ അവർ തള്ളിക്കളഞ്ഞു. അവിടുത്തെ കോടതിയും അവിടുത്തെ ഗവർണറൊക്കെ തള്ളിക്കളഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട്. അതായത് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വൺ നേഷൻ എന്ന് പറഞ്ഞൊരു പാർട്ടി തന്നെ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട നിലപാടെന്ന് വെച്ചാൽ ഈ പുറത്തുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് ഇങ്ങോട്ട് പ്രവേശനം കൊടുക്കരുതെന്നാണ്. അപ്പോൾ ഈ പ്രവേശനം കിട്ടിയ മുസ്ലിങ്ങളെ തിരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവർക്കെതിരായിട്ട് അവിടുത്തെ നാട്ടുകാരെ, ഗവൺമെൻറ്റിനെ, പാർട്ടികളെ, മാധ്യമങ്ങളെയൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഖുർആൻ കത്തിക്കുക, അല്ല അത് നിലത്തിട്ട് ചവിട്ടുക, അല്ലെ അത് വലിച്ചു കീറുക, അല്ലെ അതിൻ്റെ മുകളിൽ തുപ്പുക, അല്ലെങ്കിൽ ഷൂസിൻ്റെ അടിയിൽ അള്ളാഹു എന്ന് എഴുതി വെക്കുക തുടങ്ങിയുള്ള പണികൾ അവരെടുക്കുന്നത്. അതാരാ എടുക്കുന്നത്? അത് അവിടെയുള്ള അഭയാർത്ഥികളായിട്ട് അവിടെ എത്തിയ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടി? അത് ഈ മുസ്ലിങ്ങൾ അക്രമകാരികളാണ്, ഇവരുണ്ടായാൽ ഇവിടെ സമാധാനം ഉണ്ടാവില്ല എന്ന് ഗവൺമെൻറ്റിനെയും നാട്ടുകാരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് അതിൻ്റെ പശ്ചാത്തലം. ആ അഭയാർത്ഥി പ്രവാഹത്തിൻ്റെ രാഷ്ട്രീയമാണത്. അതായത് ഇംഗ്ലണ്ടിലേക്ക് പുറമെ നിന്ന് ആളുകൾ വരണ്ട എന്ന് വിചാരിക്കുന്ന ഇംഗ്ലീഷുകാരുണ്ട്, അവർ ന്യൂനപക്ഷമാണ്. അങ്ങനെ വിചാരിക്കുന്ന ജർമ്മൻകാരുണ്ട്, അവർ ന്യൂനപക്ഷമാണ്. അങ്ങനെ വിചാരിക്കുന്ന സ്വീഡൻകാരുണ്ട്, അവർ ന്യൂനപക്ഷമാണ്. പക്ഷേ അവരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, മുസ്ലിങ്ങൾ, അവിടെയുള്ള മുസ്ലിങ്ങളും അതിനുവേണ്ടി വികാരം കൊള്ളുന്ന ഇവിടുത്തെ മുസ്ലിങ്ങൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഖുർആൻ എന്ന് പറയുന്നത് ആ ഒരു ഗ്രന്ഥമല്ല, ആണോ? അതൊരു വിഗ്രഹമായിട്ട് പൂജിക്കാൻ പറ്റിയ സാധനമല്ല. ആ വിഗ്രഹ പൂജയ്ക്കെതിരുള്ള മതമാണ് ഇസ്ലാം. പിന്നെ ഖുർആൻ കത്തിച്ചു. അപ്പോൾ എന്താ ചെയ്യുക? ഖുർആൻ കത്തിച്ചാൽ ക്ഷമിക്കാൻ പാടുണ്ടോ? ക്ഷമിക്കണം. എന്തിനാണ്? അത് ആ നാടുകളിൽ ഗതികെട്ട് അഭയം തേടിയ ആളുകളെ അവിടുന്ന് പുറത്താക്കാനുള്ള പണിയെടുക്കാൻ വേണ്ടി അവർ ചെയ്യുന്നത്. അവരുടെ കയ്യിൽ കളിക്കുന്ന പണിയെടുക്കരുത്. എന്താ ചെയ്യുക? ഖുർആൻ കത്തിച്ചു, അങ്ങനെ എടുക്കുക. അതിൽ നിങ്ങൾക്ക് ക്ഷോഭമുണ്ട്, ശരി, ക്ഷോഭമുണ്ട്. എന്താ ചെയ്യുക? നിങ്ങൾ ജനാധിപത്യ രീതിയിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്താം, ഒരു മീറ്റിംഗ് കൂടാം, അല്ലെങ്കിൽ അവിടുത്തെ കോടതിയിൽ കേസ് കൊടുക്കാം. അതിനൊക്കെ അവിടെ വകുപ്പുണ്ട്. നേരെ മറിച്ച് അവിടെ കാണുന്ന ഒരു ബസ്സിനെയോ ഒരു കാറിനെയോ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടത്തെ ആക്രമിക്കുന്നു. ഇതൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഇവർ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇത്തരത്തിലുള്ള വീഡിയോ ഉണ്ടാക്കി ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ അവിടുത്തെ ഈ ഫാസിസ്റ്റുകൾക്ക് സാധിക്കും, അവിടുത്തെ വംശീയവാദികൾക്ക് സാധിക്കും. അവർ ഞങ്ങളുടെ വെള്ളക്കാരുടെ രാജ്യമാണ്, ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ, അല്ലെങ്കിൽ ജർമ്മനി സംസാരിക്കുന്നവരുടെ രാജ്യമാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ പുറത്ത് നിർത്താനുള്ള എല്ലാ പണികളും അവരെടുക്കും. അപ്പോൾ അവരുടെ കയ്യിൽ കളിക്കുക, അവർക്ക് സൗകര്യം ഉണ്ടാക്കുന്ന തരത്തിൽ പ്രകോപിതരാവുക, ആ തരത്തിൽ പ്രതികരിക്കുക, അത് പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇതിന് പകരം ഞങ്ങൾ ബൈബിൾ കത്തിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് വന്നിട്ട് കാര്യമില്ല. ബൈബിൾ കത്തിക്കണ്ട, ഒന്നും കത്തിക്കണ്ട. ഞാൻ പറയുന്നത്, ഇപ്പോൾ ഖുർആനിലെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം, നിശ്ചയം അള്ളാഹു ക്ഷമാശീലരുടെ കൂടെ ആകുന്നു എന്നാണ്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ എന്നാണ് ഞാൻ ഖുർആനിൽ വായിച്ചത്. അപ്പോൾ ഒരാൾ ഖുർആൻ കത്തിച്ചു, അത് നിങ്ങളുടെ മുമ്പിലിട്ട് കത്തിച്ചു, അല്ല അത് കീറി, അല്ല അത് ചവിട്ടി എന്ന് പറഞ്ഞാൽ, ആ ചവിട്ടിയ ആളെ അല്ലെങ്കിൽ കത്തിച്ച ആളെ തല്ലാനോ കൊല്ലാനോ പോകുമ്പോൾ, അല്ലെങ്കിൽ അയാളെ കൂടുള്ള ആളുകളെ ആക്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ബസ്സിന് കല്ലെറിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ നാടുകളിലെങ്കിലും ജീവിക്കാനുള്ള ഈ മുസ്ലിങ്ങളുടെ സൗകര്യം, സാവകാശം ഇല്ലാതെയാവുകയാണ്. അത് വളരെ ആത്മഹത്യാപരമാണ്. അതിനൊക്കെ പ്രതിഷേധിക്കണം. അത് കണ്ട ഒരാൾക്ക് ക്ഷോഭം വരാം. ആ ക്ഷോഭം വരണമെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ല. പക്ഷേ ക്ഷോഭം പ്രകടിപ്പിക്കുന്ന രീതിക്ക് ഒരു വ്യത്യാസം വേണം. ആ നാടുകളൊക്കെ ജനാധിപത്യ രാഷ്ട്രങ്ങളാണ്. അവിടെ അത്തരം പ്രകോപനം ഉണ്ടാക്കിയ ആളുകൾ അവർ തന്നെ പുറത്താക്കിയ കഥകൾ നമ്മൾ ഈ യൂട്യൂബിൽ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, അവരെല്ലാവരും ഈ അഭിപ്രായക്കാരാണെങ്കിൽ. അപ്പോൾ ഇത് അവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ രീതിയല്ല, അവിടുത്തെ ന്യൂനപക്ഷത്തിൻ്റെ രീതിയാണ്. ന്യൂനപക്ഷം ചിലപ്പോൾ 10-50 ആളായിരിക്കും, അല്ലെങ്കിൽ 500 ആളായിരിക്കും, അത്രയേ ഉള്ളത്. അപ്പോൾ അവർ ഇപ്പോൾ ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ മെയിൻ കാഫിന് പ്രചാരം കിട്ടി വരുന്നുണ്ട്.
അവിടെ നവഫാസിസ്റ്റുകൾ ഉണ്ടായി വരുന്നുണ്ട്. അവർ പ്രത്യേക രീതിയിൽ തലമൊട്ടയടിക്കും, പ്രത്യേക രീതിയിൽ ബൈക്ക് ഓടിക്കും, പ്രത്യേക രീതിയിൽ മീറ്റിംഗ് നടത്തുകയൊക്കെ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത് അവിടെ കലഹം, ലഹള, കലാപം ഉണ്ടാക്കുകയാണ്. ആ കലാപം ഉണ്ടാക്കാൻ ഒരു കാരണമായിട്ടാണ് അവർ. കാരണം ഈ ഖുർആൻ കത്തിച്ചാൽ കലാപം ഉണ്ടായിക്കോളുമെന്ന് അവർക്കറിയാം. കലാപം ഉണ്ടാവുകയില്ല, കലാപം ഉണ്ടാക്കുകയില്ല, അതിന് വികാരം കൊള്ളുകയില്ല. അത് വിചാരം കൊണ്ടും വിവേകം കൊണ്ടും അത്തരത്തിലുള്ള കാര്യങ്ങളെ നേരിടും എന്ന് തീരുമാനിച്ചാലേ ഈ പ്രശ്നം തീരുകയുള്ളൂ. അത് നിർഭാഗ്യവശാൽ ഇന്ന് ലോകത്തിലെ പ്രധാനപ്പെട്ട അഭയാർത്ഥി പ്രവാഹത്തിൽ ഭൂരിപക്ഷവും നിർഭാഗ്യവശാൽ മുസ്ലിങ്ങളാണ്. അവർ ജീവിക്കുന്ന രാജ്യങ്ങളിൽ ഉള്ള ആഭ്യന്തര കലാപങ്ങളാണ് അതിന് കാരണം. മറ്റുള്ളവർക്ക് ഉത്തരവാദിത്തമില്ലേ? ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ റോഹിംഗ്യ മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്നത് ബർമ്മക്കാർ, അവിടുത്തെ ബുദ്ധമതക്കാർ ചെയ്യുന്ന അന്യായമല്ലേ? അന്യായമാണ്. അതിനെപ്പറ്റിയൊന്നും എനിക്ക് തർക്കമുണ്ടായിട്ടല്ല ഈ പറഞ്ഞത്. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇവർക്ക് ആലോചിച്ച് നോക്കൂ, ഇവർക്ക് മുസ്ലിം രാജ്യങ്ങളിലേക്ക് പോകാൻ അവർ സമ്മതിക്കില്ല. നിങ്ങൾ മരിച്ചാലും ജീവിച്ചാലും ഒന്നും അവർക്കൊരു കാര്യമില്ല. അപ്പോൾ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു അവരുടെ സൗജന്യം കൊണ്ട്, അവരുടെ സൗമനസ്യം കൊണ്ട്, അവരുടെ ജനാധിപത്യ ബോധം കൊണ്ട് അവിടെ താമസിക്കാനും ഭക്ഷണം കഴിക്കാനും ജോലി ചെയ്യാനൊക്കെ സൗകര്യം ഉണ്ടായിരിക്കെ വേറെ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് ഇങ്ങനെ മുഹമ്മദ് നബിയെ പറ്റി ഒരു സിനിമ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ വരച്ചു, അല്ലെങ്കിൽ ഖുർആൻ കത്തിച്ചു എന്നും പറഞ്ഞിട്ട് ചാടിത്തുള്ളി അവിടുത്തെ പ്രശ്നം ഉണ്ടാക്കിയാൽ അത് ആ പ്രശ്നം ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ 10 ആളായിരിക്കും, അല്ലെങ്കിൽ 20 ആളായിരിക്കും. അതിൻ്റെ വില കൊടുക്കാൻ പോകുന്നത് എത്രയോ ആയിരം അഭയാർത്ഥികളാണ് എന്ന് ആലോചിക്കുക. തീർച്ചയായിട്ടും 2001 ബുദ്ധപ്രതിമകൾ, ബാമിയാൻ കുന്നിലെ ബുദ്ധപ്രതിമകൾ താലിബാൻ്റെ ഭരണത്തിൽ, മുല്ല ഉമറിൻ്റെ ഭരണത്തിൽ അവർ തകർത്തു. അന്ന് ഒരു ബുദ്ധമതക്കാരനും ആ ബുദ്ധൻ എന്ന് പറയുന്ന ആ പ്രതിമയല്ല എന്നേ വിചാരിച്ചിട്ടുള്ളൂ, അല്ലാതെ ആരും ആക്രമിക്കാൻ പോയിട്ടില്ല. അപ്പോൾ ബുദ്ധമതക്കാരൊന്നും ആക്രമിക്കണമെന്നല്ല അവരാണ് ഇപ്പോൾ ബർമയിൽ കാണിക്കുന്നത്. ആ ബാമിയാൻ കുന്നിലെ ബുദ്ധപ്രതിമയെ തകർത്ത വകയിൽ ഒരു അക്രമം ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്ന തരത്തിൽ ഈ ഖുർആൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരാൾ വലിച്ചു കീറിയാലോ ഒരാൾ കത്തിച്ചാലോ തീർന്നു പോകുന്ന ഒരു സാധനമല്ല എന്നുള്ള തിരിച്ചറിവ് വിശ്വാസികൾക്ക് വേണം. ആ തരത്തിൽ വികാരം കൊള്ളാത്ത, വിചാരം കൊണ്ടും വിവേകം കൊണ്ടും ഇത്തരം സാഹചര്യങ്ങളെ നേരിടുന്ന ഒരു യാഥാർത്ഥ്യബോധം വേണം. അതിൻ്റെ പ്രതികരണങ്ങൾ ഇവിടെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. യൂട്യൂബിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ വളരെ വൈകാരികമായ പ്രതികരണങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അത്തരം വൈകാരിക തീവ്രത കൊണ്ട് നമുക്കൊരു പ്രശ്നവും പരിഹരിക്കാൻ സാധിക്കുകയില്ല എന്ന് ദയവായിട്ട് ആലോചിക്കണം എന്ന് എൻ്റെ ഒരു അപേക്ഷ ഞാൻ സമർപ്പിക്കുകയാണ്.